നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിനെ അമ്പരപ്പിക്കുന്ന ഒരു അഭൗമ സൗന്ദര്യം, അതാണ് ഹിമാലയം. ഭാരതത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ്. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഹിമാലയത്തെപ്പറ്റി നിരവധി കഥകളും കവിതകളും യാത്രാവിവരണങ്ങളും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അത്തരം ഒരു യാത്രാവിവരണം അല്ലെങ്കിൽ ഹിമാലയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഒരു സാധാരണക്കാരൻ കാണുന്ന ഹിമാലയം അതെങ്ങനെയായിരിക്കും? അങ്ങനെയൊരു പുസ്തകം എഴുതിയ ശ്രീ സജീഷ് ഗംഗാധരനാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ശ്രീ സജീഷ്, ഹിമാലയൻ യാത്രകൾ ഏതാണ്ട് 30ഓളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച ഒരു ചെറിയ 2 വരി അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് മറന്നിട്ടില്ല. അതായത് അതിൽ ഹിമാലയത്തെക്കുറിച്ചുള്ളൊരു പാസേജായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം ഹിമാലയം തന്നെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു പാസേജായിരുന്നു ആ മലയാളം പുസ്തകത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു അവസാനത്തെ 2 വരികൾ, അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഉപ്പില്ലാതെ കറികളില്ല, എന്നെ കൂടാതെ ഭാരത ചരിത്രവുമില്ല. അതായത് ഹിമാലയത്തെക്കുറിച്ച് പറയാത്തൊരു ചരിത്രം ഭാരതത്തിനില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് പൂർണ്ണമായും സത്യമായ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഹിമാലയത്തെക്കുറിച്ച് ഒരുപാട് പേര് എഴുതിയത് വായിച്ചിട്ടുണ്ട്, കവികൾ എഴുതിയിട്ടുണ്ട്, നോവലുകളിൽ വന്നിട്ടുണ്ട്, എത്രയോ യാത്രാ വിവരണങ്ങൾ, അങ്ങനെ നിരവധി ഹിമാലയൻ അനുഭവങ്ങൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 30ഓളം യാത്ര നടത്തി എന്ന് വായിച്ചു. അപ്പോൾ ആ യാത്രയുടെ തുടക്കം, അതുപോലെ ഹിമാലയത്തെക്കുറിച്ച് അറിഞ്ഞത് ആ പുസ്തകം തന്നെ അങ്ങ് എഴുതിയ ഓഫ് ബീറ്റ് ഹിമാലയൻ അനുഭവങ്ങൾ, ആ പുസ്തകം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീച്ചർക്കാണ്, പങ്കജാക്ഷേമ ടീച്ചർക്ക്. അപ്പോൾ ആ ഒരു തുടക്കം, ആ ആദ്യത്തെ യാത്ര അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അങ്ങോട്ടുള്ള ആ ചിന്ത വന്നത് ഹിമാലയത്തിലേക്കുള്ള യാത്രയുടെ? പങ്കജാക്ഷേമ ടീച്ചറാണ് ഇത് തുടങ്ങി വെച്ചത്. അവർ നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പുരാണ കഥകളും കുറച്ച് സംസ്കൃത ശ്ലോകവും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമാണ്. അവർ നന്നായിട്ട് ഷീസ് എ ഗുഡ് സ്റ്റോറി ടെല്ലർ. അപ്പോൾ അവരൊരിക്കൽ ഹിമാലയത്തിൽ പോയി. നല്ല പ്രായമുള്ള സ്ത്രീയാണ്, അന്ന് നല്ല പ്രായമുണ്ട്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഹിമാലയത്തിൻ്റെ കഥകൾ പറഞ്ഞു. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി ഇവിടെയൊക്കെ പോയ കഥകൾ നമ്മൾ പറഞ്ഞു തരണം. അപ്പോൾ അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ. അവർ വലിയ മോഹമായിട്ട് തലയിൽ കയറി. കാര്യം നമ്മളൊക്കെ കോസ്റ്റൽ റീജിയൻസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് കടലെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല, നമ്മൾ കാണുന്നതാണ്, ഡെയിലി കാണുന്നതാണ് ഒരു പക്ഷേ മഞ്ഞണിഞ്ഞ ഹിമാലയം എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ കഥ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ റിസ്ക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വലിയ മോഹമായി. അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ 2nd ഇയറാണ് ഞങ്ങൾ 3 ഫ്രണ്ട്സായിട്ട് പോകുന്നത്. ആദ്യത്തെ യാത്രയിൽ തന്നെ അത് എന്താ പറയുക, 18 ദിവസം യാത്രയായിരുന്നു. ഇറ്റ് അഫക്റ്റഡ് മീ സോ മച്ച്. വേറൊരു രീതിയിലല്ല, നമ്മളുടെ കൾച്ചറും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മളുടെ ജോഗ്രഫിയിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകം. അതിൻ്റെ ബ്യൂട്ടി ഒരു സൈഡിൽ, പിന്നെ അത് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതും മറ്റൊരു രീതിയിലാണ്. ഡിവിനിറ്റി ഉണ്ടോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഉണ്ട്, പല ഫോംസ് ഓഫ് ഡിവിനിറ്റി ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഗൗമുഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗയുടെ സോഴ്സ് പോയിൻ്റാണ്. അവിടെ ഞങ്ങൾ രാത്രി ടെൻറ്റ് ചെയ്യുന്നുണ്ട്, ടെൻറ്റിൽ താമസിക്കുന്നത്. അന്ന് ടെൻറ്റ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോൾ രാത്രി നല്ല തണുപ്പ്, കൊടും തണുപ്പ്, ഗ്ലേഷ്യറാണ് തൊട്ടപ്പുറത്തുള്ളത്. രാവിലെ 5 മണി 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ 18 കിലോമീറ്റർ നടന്നിട്ടാണ് അവിടെ എത്താനുള്ളത്. വഴിയിലൊരു ഭോജ്ബാസ എന്ന് പറയുന്ന താമസിക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഗോമുഖ് ഗ്ലേഷ്യറാണ്. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് ടെൻറ്റിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുക, സ്ലീപ്പിംഗ് ബാഗിനകത്ത് കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല. തണുത്ത് വിറച്ച് ഞാൻ പുറത്ത് കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വൃദ്ധർ, ഒരു ഹസ്ബൻഡ് വൈഫ് കോമ്പിനേഷൻ, ഒരു നല്ല പ്രായമായ 2 പേര് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഗോമുഖ് ഗ്ലേഷ്യറിൽ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഗംഗയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സില്ലാതെ തണുത്ത് വിറച്ച് അവരിങ്ങനെ നടന്നു പോവുകയാണ്. ഭക്തി. ഞാൻ ഇത്രയും ജാക്കറ്റും സ്വെറ്ററും എല്ലാ സാധനവും വെച്ചിട്ട് ഞാൻ നിന്ന് വിറയ്ക്കുകയാണ്. ഇവരെവിടെ നിന്നായിരിക്കും രാത്രി 2 മണിക്കോ 3 മണിക്കോ നടന്നു തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇറ്റ് അഫക്ട്സ് യു സോ മച്ച്. നമ്മളുടെ ഭക്തിയല്ല, മറ്റുള്ളവരുടെ സാധനം കാണുമ്പോൾ അവരുടെ ആ ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, അതൊക്കെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. പ്ലസ് ആ നാച്ചുറൽ ബ്യൂട്ടി, അത് ഒരു തവണ പോയി കഴിഞ്ഞാൽ ആരായാലും വീണ്ടും പോയിരിക്കും.